രണ്ടാം വാർഡ് മെമ്പറിൽ നിന്നുള്ള നിരന്തര മാനസിക സമ്മർദ്ദം മൂലമാണ് താൻ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതെന്ന് മുൻ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ. ഗ്രാമസഭകളിൽ നിന്നും കരഞ്ഞിറങ്ങിപ്പോരേണ്ട അവസ്ഥ വരെ രണ്ടാം വാർഡ് മെമ്പർ മൂലം തനിക്കുണ്ടായതെന്നും അവർ വെളിപ്പെടുത്തി. പഞ്ചായത്ത് രണ്ടാം വാർഡ് ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച ബിജീഷ് കുട്ടനെതിരെയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെളിപ്പെടുത്തൽ. ഞാൻ രാജിവെക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റ് സ്ഥാനം പാർട്ടി പറഞ്ഞൊരു തീരുമാനപ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. മെമ്പർ സ്ഥാനം രാജിവെച്ചത് എനിക്ക് ഒരു 3-3.5 വർഷമായിട്ട് ഈ രണ്ടാം വാർഡ് മെമ്പർ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനം നമുക്ക് തന്നിട്ടില്ല. ഒരുപാട് കാര്യത്തിൽ അത് എടുത്തു പറയുകയാണെങ്കിൽ വാർഡിലെ രണ്ടാം വാർഡ് മെമ്പറുടെ ഗ്രാമസഭയിൽ തന്നെ തുടങ്ങാം. നമുക്ക് ഗ്രാമസഭ സത്യം പറഞ്ഞാൽ ഗ്രാമസഭയിൽ മെമ്പർ ഇല്ലാതെ തന്നെ നമ്മൾ ഗ്രാമസഭ കൂടിയിട്ടുണ്ട്. പക്ഷേ അത് കൂടാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടുന്ന് കരഞ്ഞി പോരേണ്ട ഒരു അവസ്ഥ അടക്കം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മെമ്പർ കാരണം. എന്താ വെച്ചാൽ അവിടുത്തെ ആളുകൾ അവൻ ചെയ്യേണ്ട കാര്യത്തിൽ അവൻ എന്നെ വിലയിരുത്തുകയാണ് അവിടുത്തെ ജനങ്ങളുണ്ടായത്. പക്ഷേ അവരോട് മറുപടി പറയാത്തതുകൊണ്ട് ഞാൻ കരഞ്ഞിട്ട് പോന്നു. പിന്നെ എന്താ പറയുക, പഞ്ചായത്തിക്ക് വരും പോലും മെമ്പർ ചെയ്യാറില്ല. ബോർഡ് മീറ്റിങ്ങിനടക്കം പങ്കെടുക്കണില്ല മെമ്പർ. ഉദാഹരണം പറയുമ്പോൾ ഞാനിപ്പോൾ ഈ മെമ്പറായ സമയത്ത് തന്നെയാണ് എനിക്ക് 2 സർജറി കഴിഞ്ഞു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ സർജറി കഴിഞ്ഞിട്ട് 2-ാം ദിവസം എന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ബോർഡ് മീറ്റിങ്ങിൽ എന്നെ കൊണ്ടുവരണ്ടായി. അത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ മരണ സമയത്ത് മരിച്ചിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴും എന്നെ പാർട്ടി തന്നെയാണ് ഓരോ കാരണക്കാർ എന്നെ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു മെമ്പർ അത്രയും നമ്മളെന്നെ എന്താ പറയുക കണ്ണീര് കുടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകാരം നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്ര ആയാലും ഒരാളിനെ പ്രസിഡൻ്റായിട്ട് ലീഗർ തന്നെ ഈ സ്ഥാനാർത്ഥിനെ കൈ ഒഴിഞ്ഞിട്ടും UDF നേതൃത്വം ഇവർക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പോലും പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ പാർട്ടി തന്നെ ഈ ലീഗിൻ്റെ സ്വതന്ത്രനായിട്ട് നിന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞതും എനിക്കറിയില്ല, എന്നെ അറിയിച്ചിട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി എന്നെ അറിയിച്ചിട്ടുമില്ല. ഈ രണ്ടാം വാർഡ് മെമ്പറുടെ വാർഡിലത്തെ ആളുകൾ മെമ്പർക്ക് വിളിച്ചിട്ട് മെമ്പർ ഫോൺ എടുക്കില്ല. അതുകൊണ്ട് അവിടുത്തെ ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി ഓരോ ആവശ്യങ്ങൾക്ക്. അപ്പം ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തു. പക്ഷേ അതിൻ്റെ പേരിൽ ഈ മെമ്പർ എന്നെ ശകാരിക്കുകയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും പഞ്ചായത്തിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ട് ആണ് എനിക്ക് പറയാനുള്ളത്. മെമ്പർ തന്നെ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ലീഗർ തന്നെ അവരെ കൈ ഒഴിയും ചെയ്ത് ഇപ്പോൾ നമ്മളുടെ മെമ്പറുടെ ഓണറേറിയം കൂടാതെ തന്നെ ലീഗ് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തൊരു വ്യക്തിയും കൂടിയായിട്ടായിരുന്നു മെമ്പർക്ക്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് CPM കൂട്ടുപിടിക്കുകയുണ്ടായി. UDF ഭരണസമിതിനെ അട്ടിമറിക്കാൻ ഒക്കെ ഉണ്ടായത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ഒരാളിനായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. UDF നേതൃത്വം ആവശ്യപ്പെടുന്ന പ്രകാരമാണ് താൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ലീഗ് നേതൃത്വം ഈ മെമ്പറെ കൈയൊഴിഞ്ഞിട്ടും UDF നേതൃത്വം തനിക്ക് പകരം രണ്ടാം വാർഡ് മെമ്പറെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത്തരം ഗതികേട് കൊണ്ടാണ് രാജിവെച്ചതെന്നും തന്റെ വാർഡിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായും അവർ പറഞ്ഞു. ജനങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. പക്ഷെ ഈ മെമ്പറോടുള്ള ഒരു ഇഷ്യൂ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിന് എന്തായാലും ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കും.